ഹാർട്ടി വെൽക്കം ടു മൈ ചാനൽ ഇൻസ്പയർ റാന്നി. എന്നെ അറിയുന്ന എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണ്, എങ്ങനെയാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുക എന്ന്. അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹൗ ക്യാൻ യു ബി ഹാപ്പി ഓൾവേസ്? ഹൗ ക്യാൻ യു ബി ഹാപ്പി ഓൾവേസ്? ഇനി വേറൊരു തരത്തിലും നമുക്ക് ചോദിക്കാം, ഹൗ ക്യാൻ യു സ്റ്റേ ഹാപ്പി ഓൾവേസ്? ഹൗ ക്യാൻ യു സ്റ്റേ ഹാപ്പി ഓൾവേസ്? ഇനി how can you make yourself happy always? How can you make yourself happy always? ഇതിനൊരു മറുപടിയായിട്ട് എത്ര പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങൾ പറയേണ്ടി വരും. ഓരോരോ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നോക്കും, അല്ലെങ്കിൽ സ്വയം സന്തോഷിക്കാൻ നോക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിരത്തേണ്ടി വരും. പല സന്ദർഭത്തിലും നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. പക്ഷെ ഉത്തരവായിട്ട് പറയുകയാണെങ്കിൽ അത് നമ്മളുടെ ഒരു ഉറച്ച തീരുമാനമായിരിക്കണം, ഞാൻ സന്തോഷമായിട്ടേ ഇരിക്കുകയുള്ളൂ എന്നുള്ളത്. എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, മരുമക്കള്, സുഹൃത്തുക്കള്, വിദ്യാർത്ഥികൾ, അയൽക്കാർ എല്ലാവർക്കും ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. സന്തോഷവും സങ്കടവും ഒക്കെ പകർച്ചവ്യാധി പോലെ തൊട്ടടുത്തിരിക്കുന്ന ആളിലേക്കും പകരും, അത് പടരും. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് നമ്മളുടെ ദൃഢനിശ്ചയമാണെന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദൃഢനിശ്ചയത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഡിറ്റർമിനേഷൻ. ഇറ്റ്സ് മൈ ഡിറ്റർമിനേഷൻ, ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. ഇറ്റ്സ് മൈ ഡിറ്റർമിനേഷൻ ടു ബി ഹാപ്പി ഓൾവേസ്. ഇറ്റ് ഈസ് മൈ ഡിറ്റർമിനേഷൻ ടു ബി ഹാപ്പി ഓൾവേസ്. പിന്നെ ഇതിന്റെ പുറകിലൊരു രഹസ്യമുണ്ട്. നമ്മൾ സന്തോഷമായിട്ടേ ജീവിക്കുള്ളൂ എന്ന് ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നതെല്ലാം നല്ല നല്ല കാര്യങ്ങളായിരിക്കും, നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. ഇതെല്ലാവർക്കും ബാധകമായ ഒരു കാര്യമാണ് കേട്ടോ. എല്ലാവരും സന്തോഷത്തോടു കൂടി മാത്രമേ ഇരിക്കുകയുള്ളൂ എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. Then okay, thank you so much for watching this video. If you like this video, please do like, share and subscribe my channel. I will come tomorrow with another topic. Till then, bye.